ഗുഡ് മോർണിംഗ്. ഇന്നൊരു സ്പെഷ്യൽ സൺഡേ ആണ്. ഇന്ന് ഞങ്ങളൊരു 19 പേർക്കുള്ള സാമ്പാർ ഉണ്ടാക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ സപ്താഹം നടക്കുകയാണ്. രാവിലത്തെ കാപ്പി ചേച്ചിയുടെ വകയായിരുന്നു. അപ്പം ഇഡലിയും വടയും നമ്മൾ പുറത്ത് ഓർഡർ കൊടുത്തു. സാമ്പാറും ചമ്മന്തിയും ചായയും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ തീരുമാനിച്ചു. ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും ഒരളവിൽ സാമ്പാർ ഉണ്ടാക്കുന്നത്. 10-15 പേർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. 19 പേർക്കുള്ള പാചകമൊക്കെ ആദ്യമായിട്ടാണ്. ഇതൊരു രസത്തിന് വേണ്ടി ഏറ്റെടുത്തതാണ്. എന്നാലും ബോറടിക്കാതെ ചെയ്യാൻ പറ്റി കേട്ടോ. ദൈവത്തിനെ വിളിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങി. ഏതായാലും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചു. പിന്നെ പാത്രത്തിൻ്റെ ദൗർലഭ്യം ഞങ്ങൾക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. 2-3 പാത്രത്തിലൊക്കെ ആയിട്ടാണ് എടുത്തത്. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കേട്ടോ. നല്ല അടിപൊളി സാമ്പാറാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെയാണ് ഓർത്തത് സാമ്പാറിന് കടുക് വറക്കാനായിട്ടുള്ള കറിവേപ്പിലയൊന്നും തലേന്നേ പറിച്ചു വെക്കാനായിട്ട് വിട്ടുപോയിരുന്നു. പിന്നെ വെളുപ്പിന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും വെട്ടം വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 7 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കാപ്പി അമ്പലത്തിൽ എത്തിക്കേണ്ടത്. പിന്നെ കറിവേപ്പിലയൊക്കെ ഒടിച്ചുകൊണ്ട് വന്നു. നല്ല രീതിയിൽ കടുകൊക്കെ വറുത്തു. സാമ്പാറിൽ നല്ല ഭംഗിയായിട്ട് കടുകൊക്കെ തൂകി എടുത്തിട്ടുണ്ട്. നല്ലൊരു സാമ്പാറാണ് ഈ ഉണ്ടാക്കിയത്. ഭയന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സിമ്പിളായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് നല്ലൊരു ചമ്മന്തിയും കൂടെ അരയ്ക്കണം. അതൊരു 3 തേങ്ങയുടെ ചമ്മന്തിയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ സാമ്പാറെല്ലാം പാത്രത്തിലേക്ക് എടുത്തു. അത് സെറ്റാക്കി മാറ്റി വെച്ചു. ഇനി നമ്മൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മളൊരു 3 തേങ്ങയുടെ ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. ഞങ്ങൾ 2 പേർക്കും തേങ്ങ തിരുമുന്ന കാര്യത്തിൽ ഭയങ്കര മടിയുള്ള കൂട്ടരാണ്. എങ്കിലും ഞങ്ങൾ തേങ്ങയൊക്കെ തിരുമ്മി ചമ്മന്തിയൊക്കെ അരച്ചു. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചത്. 2 പേർക്കും ടെൻഷൻ കാരണം ഉറങ്ങാൻ സാധിച്ചില്ല. 4 മണിക്ക് അലാറം വെച്ച് ഞങ്ങൾ 3 മണിയായപ്പോൾ എങ്ങനെയോ ചാടി എഴുന്നേറ്റു. പിന്നെ കുളിച്ച് റെഡിയായി വന്ന് എളുപ്പം തന്നെ പാചകം ആരംഭിക്കുകയായിരുന്നു. ഏതായാലും ഞങ്ങൾക്കിത് വലിയൊരു സംഭവമാണ്. പിന്നെ ചായയും കൂടി ഇട്ടു. അപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചു. സാമ്പാറും ചമ്മന്തിയും ചായയും ഒക്കെ കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ബൈ.